Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So we are here with the next video for commerce, exclusively for commerce. സോ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 3 സീരീസാണ് ഓൺ ദ പ്രോസസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് 100 MCQ സീരീസ്, ടോപ്പ് 250 ഹോട്ട്സ്പോട്ട് സീരീസ് ആൻഡ് ടോപ്പ് 500 കീ ഏരിയാസ് സീരീസ്. ഈ ടോപ്പ് 500 കീ ഏരിയ സീരീസ് നമ്മൾ ജനറൽ പേപ്പറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി 2 സീരീസ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൊമേഴ്സിന് വേണ്ടി മാത്രമാണ്. കാരണം കൊമേഴ്സ് സ്റ്റുഡൻസിൽ കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മുടെ ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മാം, ഞങ്ങൾക്ക് കുറേ അധികം ജനറൽ പേപ്പറിൻ്റെ വീഡിയോസ് ഉണ്ട്, ഞങ്ങൾക്ക് കൊമേഴ്സിൻ്റെ വീഡിയോസാണ് വേണ്ടത്, ഞങ്ങൾ മാമിനെ കുറേ അധികം വിശ്വസിക്കുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ 2 സീരീസ് ഹാൻഡ് ഓൺ ഹാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് we will be covering most of the videos in these 2 series. So 250 hotspot സീരീസിൽ നമ്മളൊരു സീരീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, മാം ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്താൽ ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. വിൽ ബി ഡൂയിങ് ദാറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ആ വീഡിയോസ്. തൊട്ട് മുന്നത്തെ 2 വീഡിയോസിൽ നമ്മൾ ബിസിനസ് സെക്ഷൻ, ദാറ്റ് ഈസ് ബിസിനസ് എൻവയൺമെൻറ്റ് സെക്ഷനിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് എനിക്ക് കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ദാറ്റ്. സോ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ സെക്ഷനിൽ നിന്നാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻറ്റ് ഫോർ പേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ബട്ട് ലോസ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാട്ട് വിൽ ബി ദ പെർട്ടിക്കുലർ റൂൾ എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡാണ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ കാര്യത്തിൽ അവർ സൈലൻ്റ് ആയിട്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. സോ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും അവരുടെ ഒരു ലോസ് വന്നാലും അവർ ആ ഒരു പാർട്ട്നേഴ്സിൻ്റെ ലോണിന് പേ ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡ് അതിനെപ്പറ്റി ബേസ് ചെയ്ത് ഞാനൊരു ക്ലാസ് എടുക്കുന്നതാണ്. സോ അത് വളരെ സിമ്പിളായിട്ട് വിതിൻ 2 or 3 മിനിറ്റ്സിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഡോണ്ട് വറി ഫോർ ദാറ്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അത് സൈലൻ്റ് ആണെങ്കിലും സൈലൻ്റ് അല്ലാത്ത പക്ഷമാണെങ്കിൽ കൂടി പാർട്ട്ണർഷിപ്പിൻ്റെ ലോൺസിൽ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് 6% പെർ ആനം തന്നെയായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിയലൈസേഷൻ അക്കൗണ്ടാണ്. അത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴും ഒരു നോമിനൽ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്, റിയലൈസേഷൻ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണോ അതോ നോമിനൽ അക്കൗണ്ട് ആണോ എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, ഓക്കെ അത് പേഴ്സണൽ അക്കൗണ്ട് അല്ല എന്നുള്ളത് അറിയാം, പക്ഷെ നോമിനൽ ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് അല്ല, റിയലൈസേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. സോ നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് നോട്ട് ഡിസോൾവ്ഡ് ഓൺ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ. ഇനി വരുന്ന മറ്റൊരു ഡൗട്ടാണ്, ഓക്കെ പാർട്ട്ണർഷിപ്പ് ഫേം ഒരു പാർട്ട്ണർ, ഇപ്പോൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അതിലൊരു പാർട്ട്ണർ മരിച്ചുപോയി, അങ്ങനെ വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുമോ എന്നുള്ളത്. നോ, വിൽ ബി കണ്ടിന്യൂയിങ് ദ ബിസിനസ്. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് നോട്ട് ഡിസോൾവ്ഡ് ഓൺ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ. ഓക്കെ, so now let's move to the next point. ബിഫോർ ഗാർണർ വേഴ്സസ് മുറേ എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +1 +2 കാലഘട്ടത്തിൽ. സോ അതൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രേഡിംഗ് ആൻഡ് ക്യാപിറ്റൽ ലോസ്. അതായത് ഇവിടെ പറയുന്ന പോയിൻ്റ് ഇതാണ്, ഈ ഗാർണർ വേഴ്സസ് മുറേ എന്ന് പറഞ്ഞ ഒരു റൂളൊക്കെ വന്നില്ലേ, അതിന് മുന്നേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രേഡിങ്ങും ക്യാപിറ്റൽ ലോസ് തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഗാർണർ ആൻഡ് മുറേ ഡിസിഷൻ റൂൾ വന്നപ്പോഴേക്കും അവിടെ ട്രേഡിങ് വേറെ ക്യാപിറ്റൽ ലോസ് വേറെ എന്നങ്ങനെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയി. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഈസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം.
അതെല്ലാവർക്കും അറിയണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കോമൺ ടേമാണ് ബാങ്കിങ് ഒംബഡ്സ്മാൻ സ്കീം. അത് RBIൻ്റെ ആണ്. അത് അമെൻഡ് ചെയ്ത ഇയർ 2006 ആണ്. അവരതിൻ്റെ ഒരു ഡിസിഷൻ സ്റ്റാർട്ട് ചെയ്തത് 1995 ഈ ഒരു ബാങ്കിങ് ഒംബഡ്സ്മാൻ സ്കീമിൻ്റെ മെയിനായിട്ടുള്ള പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു സോൾവ് ക്വയറീസ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ഷോർട്ട് പീരീഡ്. ഒരു ഷോർട്ട് പീരീഡിൽ കസ്റ്റമേഴ്സിൻ്റെ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും അത് അവർ സോൾവ് ചെയ്ത് കൊടുക്കും. അതാണ് ബാങ്കിങ് ഒംബഡ്സ്മാൻ സ്കീമിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. സോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയുന്ന ഒരു പോയിൻ്റാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് മുന്നുള്ള പ്രോഫിറ്റ്, ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു പോയിൻ്റ് ആഡ് ഓൺ ചെയ്തോട്ടെ. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റില്ലേ, ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് അതൊരു ഡിവിഡൻ്റായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ലേ, ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അസെറ്റ് ഫോർ ദ കമ്പനി. സോ ദേ ആർ ഫോർ ക്രെഡിറ്റേഴ്സ്, നോട്ട് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ്. ഇത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് അറിയണ്ടാവില്ല. അറിയണ്ടെങ്കിൽ തന്നെ അവർക്കതൊരു കൺഫ്യൂഷൻ ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ളത് അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോഫിറ്റാണ്. ഞാൻ എൻ്റെ ആ ഒരു 250 ഹോട്ട്സ്പോട്ട് സീരീസിൽ ഐ തിങ്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും തമ്മിൽ ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മിസ് ഔട്ട് ചെയ്തവരൊന്നും കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതല്ലാതെ ഞാൻ കൊമേഴ്സിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതിൽ ഏതിലോ ഉണ്ട് ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് ടു മൈ നോളജ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു അസറ്റാണ്, അസറ്റ് ഫോർ ദ കമ്പനി. സോ ദേ ആർ ഫോർ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് അവകാശപ്പെട്ടതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കാനുള്ളതല്ല. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഡിസ്കസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അത് അമാൽഗമേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നത് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നത് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. അസെറ്റ്സ്, ലയബിലിറ്റീസ്, റിസർവ്സ് ഓഫ് transferor company recorded by the transferee company at their existing carrying amount and in the same form as the date of amalgamation. എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിലായിരിക്കും അവരത് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാക്ട് ഫോം, സെയിം ഫോം ആസ് ദ ഡേറ്റ് ഓഫ് അമാൽഗമേഷൻ. ഇനി അമാൽഗമേഷൻ്റെ സെക്ഷൻ വന്നിട്ട് AS 14 ആണ് അമാൽഗമേഷൻ്റെ സെക്ഷൻ. ഇനി അതിൽ തന്നെ വേറൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് നെറ്റ് അസറ്റ് മെത്തേഡാണ്. ഈ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൾ അസറ്റ്സ് ടേക്കൺ ഓവർ ഡിഡക്റ്റബിൾ ലയബിലിറ്റി, എല്ലാ അസറ്റ്സും ടേക്കൺ ഓവർ ഡിഡക്റ്റബിൾ ലയബിലിറ്റി, അതായത് ലയബിലിറ്റീസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഉള്ള അസറ്റ്സ്. ഓക്കെ, അവിടെ വരുന്ന ഒരു കാര്യം ഓൾ അസറ്റ്സ് എന്നുള്ളത് മസ്റ്റായിട്ടൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിൻ്റ് എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു പോയിൻ്റാണ്. പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെ കുറേ കുട്ടികൾക്ക് ഇത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന ഒരു പോയിൻ്റാണ് ഈ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ദ കമ്പനി ടേക്സ് പ്ലേസ് എന്നുള്ളൊരു പോയിൻ്റ്. ഈ റീകൺസ്ട്രക്ഷൻ എപ്പോഴൊക്കെയാണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു പുതുക്കി പണിയൽ എന്നുള്ള ഒരു പരിപാടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആ ഒരു കമ്പനീനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതും റീകൺസ്ട്രക്ഷൻ്റെ ഒരു സെക്ഷനിൽ പെടുന്നതാണ്. ഓക്കെ, സോ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനി സംഭവിക്കുന്നതിന് 2 റീസൺസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, അവർക്ക് വളരെയധികം ഹെവി ലോസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അവർ ഓവർ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ, കുറേ പൈസ അങ്ങോട്ട് ഇറക്കി അത് കഴിയുമ്പോൾ അവർക്ക് കുറേ അധികം പ്രോബ്ലംസ് വരും. സോ ഓവർ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് ഒരു കണ്ടീഷൻ. മറ്റൊന്ന് ഹെവി ലോസ്. ഈ 2 പോയിൻറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു റീകൺസ്ട്രക്ഷൻ്റെ പോയിൻ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് വൺ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അമാൽഗമേഷൻ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റീകൺസ്ട്രക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ്.
അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റും ഓൾ ടുഗെദറാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഈ ഒരു അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു പേര് ഫുൾ കോസ്റ്റിംഗ് ടെക്നിക്ക് എന്നാണ്. ഐ തിങ്ക് ഈ ഒരു പാറ്റേണിൽ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഏരിയാസിൽ നിന്നും ഉള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഇൻ കേസ് ഞാൻ എൻ്റെ ടോപ്പ് 250 ഹോട്ട്സ്പോട്ട് സീരീസിൽ ഞാൻ കവർ ചെയ്യാൻ വിട്ടുപോയ ഏതെങ്കിലും പോർഷൻ എനിക്ക് ഇതുപോലെ തന്നെ ടച്ച് ചെയ്ത് പോവാമല്ലോ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഗീവ് എ തംസ് അപ്പ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ മെനി ഓഫ് മൈ സ്റ്റുഡൻസ് ലൈക്ക് ദ സീരീസ്. ഓക്കെ, സോ അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ആൻഡ് നൗ മൂവിങ് ടു മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത് ഒൺലി കൺസിഡർ വേരിയബിൾ കോസ്റ്റ്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഈ മാർജിനൽ കോസ്റ്റിംഗ് വേരിയബിൾ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. മാർജിനൽ കോസ്റ്റിങ്ങിന് എന്താണാവോ നമ്മളുടെ ഫിക്സഡ് കോസ്റ്റിന് അത്ര വലിയ താല്പര്യമില്ല, അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പോയില്ല എന്ന് തോന്നുന്നു. സോ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒരു കോമഡി രീതിയിൽ ഒരു കോമിക് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ആ പോയിൻ്റ് ഓർക്കുമ്പോൾ ഓക്കെ മാർജിനൽ കോസ്റ്റിംഗ്, ഓ മാം പറഞ്ഞത് മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റായിട്ട് ഒത്തുപോവില്ല. മാർജിനൽ കോസ്റ്റിങ്ങിന് ആകെ താല്പര്യമുള്ളത് വേരിയബിൾ കോസ്റ്റിങ്ങിന് മാത്രമാണ്. ഓക്കെ, സോ നൗ വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. സോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കവർ ചെയ്തത് 12 ടോപ്പിക്സ് ആണ്. അക്കൗണ്ട്സിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 മെയിൻ ഹൈലൈറ്റഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. വി വിൽ ബി ബാക്ക് വിത്ത് സൂൺ വിത്ത് ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ടോപ്പ് 100 MCQ series. Okay, so right now we are concluding. So with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. So that's it for now. Thank you.